ഹായ്, നിങ്ങളുടെ പാസ്പോർട്ട് ഇപ്പോഴും വാലിഡ് ആണോ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, നിങ്ങളുടെ ജർമ്മനി സ്റ്റേ മുഴുവൻ കവർ ചെയ്യാനായിട്ട് ആ വാലിഡിറ്റി മതിയാകുമോ? കാരണം പാസ്പോർട്ട് വാലിഡിറ്റി മാത്രമാണെന്ന് മാത്രം പോരാ, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി കൃത്യമായിട്ടും ഉള്ളതായിരിക്കണം. ഇതാണ് പല ആപ്ലിക്കൻസും ഓവർലുക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്. ഒരു ആപ്ലിക്കന്റ് എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫൈനാൻഷ്യൽ പ്രൂഫ് ഉണ്ട്, അക്കോമഡേഷൻ പ്രൂഫ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു. പക്ഷെ പാസ്പോർട്ട് വാലിഡിറ്റി കുറവാണെന്നുള്ളത് അവസാന നിമിഷമാണ് മനസ്സിലായത്. അപ്പോഴെന്ത് സംഭവിക്കും? സ്ട്രെസ്, ഡിലേ, അതുപോലെ തന്നെ അഡീഷണൽ പ്രൊസീജിയേഴ്സ്, ചിലപ്പോൾ മുഴുവൻ പ്ലാനിങ് തന്നെ മാറ്റേണ്ടി വരാം. കാരണം ജർമ്മനി വിസ ആപ്ലിക്കേഷനിൽ പാസ്പോർട്ടാണ് നിങ്ങളുടെ പ്രിലിമിനറി ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്നുള്ളത്. പാസ്പോർട്ടിലാണ് എംബസി ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി വളരെയധികം പ്രാധാന്യമുണ്ട്. പാസ്പോർട്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, പാസ്പോർട്ടിന്റെ കണ്ടീഷൻ, ഡാമേജ്ഡ് ആണോ പാസ്പോർട്ട്, അതുപോലെ തന്നെ പേജസ് ക്ലിയർ ആയിട്ടുണ്ടോ, ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആണോ എന്നുള്ളത്. ബ്ലാങ്ക് പേജസ്, വിസ സ്റ്റാമ്പിങ്ങിന് ആവശ്യമായ 2 പേജസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ എന്നിവ ക്ലിയർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. വാലിഡിറ്റി പ്ലാനിങ്, ജർമ്മനിയിൽ പോകുന്നവര് ഹൗസ് ബിൽഡിംഗ്, FSA, ജോബ് എന്നിവ ഓരോ കാര്യങ്ങൾക്ക് ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. പാസ്പോർട്ട് എക്സ്പയറി അടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷൻ പ്രോസസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ക്ലാരിറ്റി നേടുക. കാരണം അവസാനത്തെ നിമിഷത്തെ സർപ്രൈസസ് ആണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. പക്ഷെ പാസ്പോർട്ട് വാലിഡിറ്റിയേക്കാൾ കൂടുതൽ ആപ്ലിക്കൻസിനെ ബാധിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഫൈനാൻഷ്യൽ പ്രൂഫ് മിസ്റ്റേക്സ്. പണമുണ്ടെങ്കിലും ഡോക്യുമെന്റ്സ് ശരിയായി പ്രസന്റ് ചെയ്യാത്തതാണ്. അതാണ് ഡേ 6 ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് എക്സ്പയറി ഡേറ്റ് നോക്കൂ. കമന്റില് വാലിഡ് അല്ലെങ്കിൽ ചെക്കിംഗ് നൗ എന്ന് കമന്റ് ചെയ്യാം. ഒരു വീഡിയോ ജർമ്മനിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം 6ാമത്തെ ദിവസത്തിൽ ജർമ്മനി വിസ റിജക്ഷന്റെ മറ്റൊരു മേജർ റീസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ പ്രൂഫ് മിസ്റ്റേക്സ്. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പെർട്ട്, ഡ്രീം ഫ്ലൈ സ്റ്റഡി അബ്രോഡ് പാല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.